ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്ക് പ്രസാദങ്ങളിൽ പായസങ്ങളിൽ ഏറ്റവും ടേസ്റ്റുള്ള പായസം എന്നറിയണ പ്രസിദ്ധമായ അന്നാവരപ്രസാദം ഉണ്ടാക്കാട്ടുള്ളൂ. സത്യനാരായണ പൂജയ്ക്കാണ് ഇത് കൂടുതൽ ഉണ്ടാക്കുക. നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ? കമൻറ്റ് ചെയ്യോട്ടുള്ളൂ. ഇതിന് അരി, പരിപ്പ്, തേങ്ങ ഒന്നും വേണ്ട. വേണ്ടത് 1 കപ്പ് ഗോതമ്പ് റവയാണ് കേട്ടോ. സൂചി റവയാണിത്. സൂചി റവ നന്നായിട്ട് മണം വരുന്ന മാതിരി കരിയാതെ നല്ല ചുമക്കനെ വറക്കണം കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് റവയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഗോതമ്പ് റവ ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കണം ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഇത് നമുക്കൊന്ന് വേവണം. ഒരു 5 മിനിറ്റേ വേണ്ടൂ. നമുക്കറിയാലോ ഉപ്മാവിനൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് വേവില്ലേ. അപ്പോൾ ഗോതമ്പ് നുറുക്കാണെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ അടിക്കേണ്ടി വരും. ഇത് ഗോതമ്പ് റവയാണ് കേട്ടോ, സൂചി റവയാണിത്. അപ്പോൾ ഇതിന് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ പകുതി അളവിൽ റവ ചേർത്തി കൊടുക്കണം. നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സാധാരണ റവല്ലേ അത് ചേർത്തി കൊടുക്കണം. നമുക്കത് 5 മിനിറ്റ് അടച്ച് വെച്ചപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി റവ ചേർത്ത് വേവിക്കുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്, നോക്കൂ, നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ അരക്കപ്പ് നമ്മൾ എത്രയാണോ ഗോതമ്പ് റവ എടുത്തത് അതിൻ്റെ ഒരു അരക്കപ്പ് വേണ്ട, അതിൻ്റെയും കുറച്ച് താഴത്തേക്ക് സാധാരണ റവ. പിന്നെ അത് ഇത്ര നെയ്യാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ നെയ്യ് പല പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പം നമ്മളെടുത്ത ആ ഒരു 1/4 കപ്പിന് ഓളം നമ്മുടെ ഉപ്പുമാവ് റവ ആ റവ ഇതിലേക്ക് ചേർത്തി കൊടുത്തോളൂ. അപ്പോൾ ഗോതമ്പ് റവ സൂചി റവ 1 കപ്പാണെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ അത്രയും നമ്മുടെ സാധാരണ റവ. ഇനി നമുക്ക് ശർക്കരയും ചേർത്തണം, പഞ്ചസാരയും ചേർത്തണം. അപ്പോൾ പകുതി പഞ്ചസാരയും പകുതി ശർക്കരയാണ് ഇതിൽ ചേർത്തേണ്ടത്. അപ്പോൾ പകുതി പഞ്ചസാര ഇപ്പോൾ ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി മധുരത്തിന് ശർക്കര ചേർത്തണം. അപ്പോൾ ഇത് രണ്ടും ചേർത്തണം. ഗോതമ്പ് റവയും ചേർത്തണം, സാധാരണ റവയും ചേർത്തണം, പിന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്തണം, ശർക്കരയും ചേർത്തണം കേട്ടോ. ഇത് 4ഉം വേണം ഇതിന്. എന്നിട്ട് ഞാനിപ്പോൾ ശർക്കര പൊടിയാച്ച ഈസിയാണ്, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഞാൻ വളരെ സോഫ്റ്റായ ശർക്കരയാണ്, അത് 2-3 മിനിറ്റിൽ തന്നെ അലിഞ്ഞോളും. അപ്പം ഞാൻ അത് അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റവയും സൂചി റവയും ശർക്കരയും പഞ്ചസാരയൊക്കെ അലിഞ്ഞൊന്ന് വെന്ത് മിക്സായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കൊരു പൊടി ഉണ്ടാക്കണം. മണത്തിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക, ജാതിക്ക, ചുക്ക്, ഇത് 3ഉം വേണം കേട്ടോ. ഇത് അമ്പലത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൽ മെയിനായിട്ട് പടികാരം എന്ന് പറയില്ലേ നമ്മൾ, ആലം, അത് ചേർത്തുത്രേ. അത് ഒരു കടുകുവണ്ണയുടെ അളവിലേ ചേർത്താൻ പാടുള്ളൂ ഇത്രേ. അത് അപ്പം നമ്മൾ ഈ പൊടിച്ച് വെച്ച 3 മറ്റേ മണത്തിനുള്ള 3 കൂടിയിട്ട് ഏലക്ക, ജാതിക്ക, പിന്നെ അതായത് ചുക്ക് ഇഷ്ടമില്ലാത്തൊരു തൊത്തിരി ഇട്ടാൽ മതി കേട്ടോ. പച്ചക്കൽപ്പൂരും ഇടുവേ. അപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അമ്പലത്തിൽ ഇതിൽ കാജു, കിസ്മിസ്, കശുവണ്ടി, മുന്തിരി ഒന്നും ചേർത്തില്ല. പക്ഷേ ഞാൻ ഇതിലെല്ലാം ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പടികാരം ചേർത്തിയിട്ടില്ല കേട്ടുള്ളൂ, അത് ചേർത്തത്ര അമ്പലത്തിൽ. അത് കുറേ നേരത്തേക്ക് കേടുവരാതെ സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചില്ലേ ആ നെയ്യ് പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് അരികു വിട്ട് വരുന്നവരെ നമുക്ക് വരട്ടിയെടുക്കണം. ഇതാണ് നമ്മുടെ അന്നാവരപ്രസാദം. സത്യനാരായണ പൂജയ്ക്ക് വയ്ക്കുന്ന വിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസാദമാണ് അത്ര ഇത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കും അറിയുണ്ടാവുമല്ലോ, കഥകളൊക്കെ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ പ്രസാദം നമ്മുടെ ഈ കർക്കിടക സമയത്ത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. പിന്നെ ഏറ്റവും 5 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ചിരവണ്ട, പരിപ്പ് വേവിക്കുക ഒന്നും വേണ്ട, 5 മിനിറ്റിലാവും. അപ്പോൾ നമുക്ക് മധുരം കഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴോ അല്ല നമുക്ക് പൂജയ്ക്കോ ഒക്കെ ഈ പ്രസാദം നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതുണ്ടാക്കിയാൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിൽ. ഇനി അടുത്ത പൂജ വരേണ്ട പ്രസാദം ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ചെയ്യുന്നുണ്ടാവും, ചെയ്യാത്തവർക്ക് ഇതുവരെ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.